ഹലോ, സുഖല്ലേ എല്ലാവർക്കും? അപ്പോ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫ്രീ അഡ്വൈസ് തരാനുണ്ട്. വേറൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ഓൺ ആണെന്ന് നോക്കിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറേ സമയം അതിന്റെ പിന്നാലെ പോകും. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്യാൻ നിന്നപ്പോഴേ റെക്കോർഡ് ചെയ്യാൻ ഓണാക്കാതെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അരമണിക്കൂർ സംസാരിച്ചു, എന്നിട്ടാണ് അറിഞ്ഞ് ഓണാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നല്ല ടൈം ലോസ് ആണ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ദ ഇക്വേഷൻസ് എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് പ്ലസ് 17 ഇസ് ഈക്വൽ ടു 0, ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു എക്സ് പ്ലസ് 35 ഇസ് ഈക്വൽ ടു 0 ഹാവ് എ കോമൺ നെഗറ്റീവ് റൂട്ട് വെൻ ദ വാല്യൂ ഓഫ് 2m പ്ലസ് 3n ഈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? 0 അല്ല ആൻസർ അല്ലേ? അല്ല, 0 അല്ല ആൻസർ. നമുക്ക് ചെയ്യാം. അതിപ്പോ തുടങ്ങണം. ഇക്വേഷൻസ് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലെ? ഇത് എന്തിന്റെ ഇക്വേഷൻ? അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഒരു സ്ക്വയർ അല്ല വരിക? അല്ല സ്ക്വയർ അല്ല വരിക, പാരബോളയാണ് വരിക അല്ലേ? അതെ, പാരബോളയാണ്. ഇത് ഇങ്ങനത്തെ ഒരു പാരബോളയാണ് തോന്നുന്നു. ചിലത് ഇങ്ങനെയും വരും. എങ്ങനെയായാലും അതൊരു പാരബോളയാണ്, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോ എക്സ് സ്ക്വയർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ്, ഈ കേസിൽ അതൊരു പാരബോളയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0, അതൊരു ഇക്വേഷൻ, അതൊരു പാരബോള. എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് പ്ലസ് 17 ഇസ് ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് പ്ലസ് 17 ഇസ് ഈക്വൽ ടു 0, ആൻഡ് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, എന്താ എക്സ് സ്ക്വയർ പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു എക്സ് പ്ലസ് 35 ഇസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു എക്സ്, ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പ്ലസ് 35 ഇസ് ഈക്വൽ ടു 0. ഇതാണ് 3 ഇക്വേഷൻ. ഈ 3 ഇക്വേഷന് ഒരു കോമൺ റൂട്ട് ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ 3 പാരബോളയും ഏതോ ഒരു പോയിന്റിൽ, ഇപ്പോൾ വേറൊരു പാരബോള ഉണ്ട് വിചാരിക്കുക, ഈ 3 പാരബോളയും ഒരു പോയിന്റിൽ ഇതിപ്പോ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിച്ചു. അപ്പൊ ആ പോയിന്റ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 7 എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എൻ എ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0, എ സ്ക്വയർ പ്ലസ് എൻ എ പ്ലസ് 17 ഇസ് ഈക്വൽ ടു 0. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് നമുക്കൊരു ഒരുമാതിരി തോന്നും. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയുണ്ട്, നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും അയ്യോ എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്കൊക്കെ അങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നണം. അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതെന്തോ ഒന്നും കംപ്ലീറ്റ് ആവാത്ത പോലെയൊക്കെ തോന്നും. എന്താണെന്ന് അറിയില്ല, ഇപ്പൊ എന്റെ പ്രശ്നമാണോ അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. എ സ്ക്വയർ പ്ലസ് എം എ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0, എ സ്ക്വയർ പ്ലസ് എൻ എ പ്ലസ് 17 ഇസ് ഈക്വൽ ടു 0, എ സ്ക്വയർ പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു എ പ്ലസ് 35 ഇസ് ഈക്വൽ ടു 0. ഇതാണ് 3 ഇക്വേഷൻ. ഇപ്പൊ ഇങ്ങനെ ആയി കാരണം എ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്, ഒരു കോമൺ പോയിന്റ് 3 സാധനത്തിൽ. അതാണ് അതിന്റെ അർത്ഥം. റൂട്ട്, കോമൺ റൂട്ട്. ആക്ച്വലി കോമൺ റൂട്ട് ഇൻ ദ സെൻസ്, ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ എന്നിട്ട് എന്താ, ഈ 3 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2m പ്ലസ് 3n ആണ്. അപ്പൊ എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കിട്ടും. പിന്നെ തന്നിട്ടുണ്ട് എന്താണ്, കോമൺ നെഗറ്റീവ് റൂട്ട് ആണ്, വിച്ച് മീൻസ് a is less than 0. Okay, so the point a is less than 0. Okay, okay. ഇപ്പോ ഓക്കെ, അതാണ് പറയുന്നത്, a is less than 0 ആണ്. ഇപ്പൊ ഇത് ഈക്വൽ ടു 0 ആണ്, ഇത് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അതെ, കാരണം ഇതിൽ വേരിയബിൾസ് ഒന്നുമില്ല, ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ. സോ എ സ്ക്വയർ plus ma plus 9 is equal to, this is a value because a is a constant, a is not going to change, this can't be equal, this is equal to 0, equal to 0 ആണ്. ഇപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് പറ്റില്ല, കാരണം എക്സ് ഒക്കെ വാല്യൂ ഒക്കെ മാറുന്ന സാധനമാണ്, കാരണം എക്സ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്. പക്ഷെ ഇതിൽ എ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എ സ്ക്വയർ പ്ലസ് എൻ എ പ്ലസ് 17, അപ്പൊ എ സ്ക്വയർ പോയി, എം എ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒരു മിനിറ്റ് ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ നമുക്കിപ്പോ
മാറും. 1 and 3 2 and 3 ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ലെറ്റ് മീ സീ ദാറ്റ്. ഓക്കെ ഇതൊരു ഇനിയും നോ ലോങ്കർ ഇതൊരു ഇക്വേഷൻ അല്ല, ലൈക്ക് വേരിയബിൾ സംഭവമല്ല. എ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇറ്റ്സ് എ വാല്യൂ, ഇറ്റ്സ് എ വാല്യൂ ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ എ ഇസ് നോട്ട് എ വേരിയബിൾ ഹിയർ. എ സ്ക്വയർ എം എ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഭയങ്കര കുറെ ഇങ്ങനെ മറന്നു പോണു അല്ലേ. അയ്യോ ഇതല്ല. എ സ്ക്വയർ എം എ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. ഓക്കെ a square ma plus 9 is equal to 0, a square plus na plus 17 is equal to 0, and a square plus m plus n into a plus 35 is equal to 0. So equate this and this, then what will you get? A square plus ma plus 9 is equal to a square plus m plus n into a plus 35. A square gone, a square gone, ma gone, here ma would go, and so the rest here would be na. Here it would be minus 35 plus 9, rearranging. 35 minus 9 is 26, minus 26 is equal to na. ഇവിടെയാണ് നമ്മുടെ ആ കീ പോയിന്റ് നേരത്തെ പോയിന്റ് ഓർമ്മ വരിക. എ ഇസ് ലെസ് ദാൻ 0, എ ഇസ് നെഗറ്റീവ് എന്ന് തന്നിട്ടുണ്ട്, നെഗറ്റീവ് റൂട്ട് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ വിച്ച് മീൻസ് എൻ ഈസ് പോസിറ്റീവ്. കാരണം ടോട്ടൽസ് ആണ് നെഗറ്റീവ് ആണ്. ഓക്കെ അത് മനസ്സിലായില്ലേ. ഓക്കെ പിന്നെ അടുത്തത് എങ്ങനെയാ? എ സ്ക്വയർ പ്ലസ് ദിസ് ഇസ് എം അല്ല എൻ. സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ടു 17 ഈക്വൽ ടു എ സ്ക്വയർഡ് പ്ലസ് എം എ പ്ലസ് എൻ എ പ്ലസ് 35. ഓക്കെ എൻ എ ഗോൺ, എ സ്ക്വയർഡ് ഗോൺ, എം എ is equal to 17 minus 35. 35 minus 20 is 15 അല്ലേ. 17 അല്ലേ വരാ? 17 അല്ലേ? അല്ല 17 അല്ല, 18 അല്ലേ? 18. No, not 18. 8 plus 8. അല്ല 18. 8 plus 8 16. 8 plus 7 15. Yes, 35. Yes. M is equal to minus 18. ഓക്കെ കാരണം മൈനസ് ഇത് ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ മൈനസ് സൈൻ ആണ്. ഇതിലും എ ലെസ് ദാൻ 0 ആണ്, അപ്പോൾ എം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ ഓക്കെ നമുക്ക് എം എ ഇസ് ഈക്വൽ ടു മൈനസ് 18 കിട്ടി. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ, നേരെ ഇവിടെ കൊണ്ടിട്ട് ചെയ്യാമല്ലോ. ഇതിലിപ്പോൾ എന്താ പറയുക? a square minus 18 plus 9 is equal to 0, which means a square minus 9 is equal to 0, which means a square is equal to 9, which means a is equal to plus or minus 3, പക്ഷേ a greater than a less than a less than 0 ആണ്. ഓക്കെ a is equal to minus 3 അത് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ a is less than 0 and m is okay. And the same way, so a here is minus 3, so m is equal to what? Minus 18 by minus 3 is equal to 6 അല്ലേ. so 2 into m plus 3 into n ആണ്. now n is equal to what? minus 26 by minus 3 is equal to 26 by 3. alright, which means 2 into m നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. m എത്രയാണ്? m is equal to 6 plus 3 into n എത്രയാണ്? 26 by 3, which is just nothing. 3 ക്യാൻസൽ ആയി പോകും. ഇപ്പൊ ഈ കാറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഇങ്ങനെ പോയിന്റ് വാല്യൂ ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു ഇൻഡ്യൂഷൻ വരില്ലേ, മനസ്സിലായില്ലേ? എന്താണ് കാരണം നമുക്കൊരു ഒരുമാതിരി തോന്നുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാൻ വഴി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് സമയം ഇത് തരുള്ളൂ ആകെ. പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ? എന്തെങ്കിലും ഒരു ഷോർട്ട് വഴി ഉണ്ടാവണം പൊതുവെ. ഞാനും അത് തപ്പിക്കൊണ്ടിരിക്കുക, ഏതാ ഷോർട്ട് വഴി. 12 plus 26, 6 plus 2 8, 2 plus 1 3, 38 ആണ് ആൻസർ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. 38 കൊടുക്കുന്നതാണ്. തെറ്റോ തെറ്റിലേ ആവും. കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ 38. വേണ്ട സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഓക്കെ അപ്പൊ ശരി. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ ബൈ ബൈ ബൈ.